രാവിലെ ഖബറിന്റെ പണി ചെയ്തുകൊണ്ടിരുന്നൊരു സുഹൃത്ത്, അദ്ദേഹം മരണപ്പെട്ടു. ഉച്ചയോടുകൂടെ അദ്ദേഹത്തെ ഖബറടക്കി. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതിയത് ഇങ്ങനെയാണ്: ചില മരണങ്ങൾ നമ്മെ വളരെ സങ്കടപ്പെടുത്തും. ഇന്ന് രാവിലെ പള്ളിത്തൊടിയിൽ ഖബറ് കുഴിക്കാൻ കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് ഉച്ചയായപ്പോഴേക്കും ആ ഖബറിന്റെ അവകാശിയായി. വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇനിയുള്ള ജീവിതം ഖബറിലാണ് എന്ന്. രാവിലെ ഖബറിന്റെ പണിയെടുത്തു, ഉച്ചക്ക് ആ ഖബറിന്റെ അവകാശിയാണ്. വളരെ പെട്ടെന്നാണ് നമ്മുടെയൊക്കെ അവസ്ഥകൾ മാറുക. മരണത്തെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് നമ്മളൊക്കെ ഒന്നാം ആകാശത്തിലെത്തും. ഒരുപാട് സമയമൊന്നും വേണ്ട. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മരണം കണ്ട് വീട്ടുകാർ ആകെ പേടിച്ച് അന്താളിച്ചു നിൽക്കുന്നൊരവസ്ഥയിലായിരിക്കും. മലക്കുൽ മൗത്ത് റൂഹിനെ മലക്കുകളുടെ കൈകളിലേക്ക് കൈമാറുകയും ആ ആത്മാവുമായി ഒന്നാം ആകാശത്തിലേക്ക് മലക്കുകൾ യാത്ര തിരിക്കുകയും ചെയ്യും. അതോടുകൂടെ നമ്മുടെ അവസ്ഥകൾ മാറുകയാണ്. നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലല്ല കാര്യങ്ങൾ നടക്കുക. ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഒരു അനുഭവം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. കടം തീർക്കാൻ വേണ്ടി പ്രവാസ ലോകത്തേക്ക് വന്നൊരു സുഹൃത്ത് ഇവിടെ എത്തി. കുറച്ചു ദിവസം കഴിഞ്ഞ ഉടനെ അദ്ദേഹം മരണപ്പെട്ടു. കടം തീർക്കാൻ വന്നതാണ്. നാട്ടിലെ നമ്പർ കണ്ടെത്തി ചില സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചു. ഭാര്യയാണ് ഫോൺ എടുത്തത്. ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ കുറെ അവര് കരഞ്ഞു. കരച്ചിൽ തീർന്നതിന് ശേഷം ഇദ്ദേഹം ചോദിച്ചു, മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ? എത്ര രൂപ ചെലവ് വരും മയ്യത്ത് കൊണ്ടുവരാൻ? ഇത്ര രൂപ വേണം. അങ്ങനെയാണെങ്കിൽ അത്ര പൈസ തരാൻ ഞങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ അവിടെ തന്നെ മറവ് ചെയ്തോളൂ. എന്നിട്ട് ആ സഹോദരി പറഞ്ഞു, എൻ്റെ മകള് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ആ കുട്ടി വന്നിട്ട് അവളോടുകൂടെ ചോദിച്ചിട്ട് ഞാൻ പറയാം, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വിളിക്കുന്നാണ്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് വിളിച്ചു. ആ ചെറിയ കുട്ടി ഫോൺ എടുത്തു. ഉപ്പ മരിച്ചു എന്നത് ആ കുട്ടിക്കറിയാം. ഇദ്ദേഹം ചോദിച്ചതാ, ഞങ്ങളൊക്കെ ഇവിടെ മറവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഉമ്മയും സമ്മതിച്ചിട്ടുണ്ട്, എന്താണ് മോളുടെ അഭിപ്രായം? അപ്പൊ ആ കുട്ടിയുടെ മറുപടി, എൻ്റെ ഉപ്പയുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലോ എനിക്ക് എൻ്റെ ഉപ്പനെ കാണാൻ പറ്റാത്തത്. ഞാൻ എൻ്റെ ടീച്ചറോട് പറഞ്ഞ് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു പിരിവ് നടത്തിയാൽ, ഞങ്ങളെ സ്കൂളിലുള്ള കുട്ടികളോട് ഒരു പിരിവ് നടത്തിയാൽ എൻ്റെ ഉപ്പാനൊന്ന് കാണാൻ പറ്റുമെന്നാണ്. പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് സ്കൂളിൽ പിരിവ് നടക്കാറുണ്ട്. അങ്ങനെ ഒരു പിരിവ് നടത്തിയിട്ട് എൻ്റെ ഉപ്പാന്റെ മയ്യത്ത് കൊണ്ടുവരാൻ പറ്റുമെന്നാണ്. ഞാൻ പറയുന്നത്, കടം തീർക്കാനെത്തിയൊരു മനുഷ്യൻ, പക്ഷേ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ പറയുന്ന രൂപത്തിലല്ല. അതിവേഗത്തിൽ മരണം നമ്മളെ പിടികൂടും. പഠനം പൂർത്തിയായാൽ മാത്രമേ മരിക്കൂ എങ്കിൽ കുറെ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാകണമായിരുന്നു. ചെറിയ കുട്ടികളുണ്ട്, അതുകൊണ്ട് മരിക്കില്ല എങ്കിൽ ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണമായിരുന്നു. ചെറിയ കുട്ടികളാണ്, കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസമാണ്, വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല. ഇതൊന്നും മരണത്തിനുള്ള തടസ്സങ്ങളല്ല. അതുകൊണ്ട് ജീവിതത്തെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ നമുക്ക് കാണാനും മരണത്തിനപ്പുറമുള്ളതാണ് യഥാർത്ഥ ജീവിതമെന്ന് തിരിച്ചറിയാനും നമുക്ക് സാധിക്കണം. ഖബറിലെ ജീവിതം, ആ ഖബറിലെ ശിക്ഷകൾ, അത് യാഥാർത്ഥ്യമാണ്. ഖബറിലെ ശിക്ഷയെപ്പറ്റി ആയിഷ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഖബറിലെ അദാബ്, ഖബറിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്, അത് പുലരാനുള്ളതാണ്. അതിനുശേഷം ഒരു നമസ്കാരവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിലെ ശിക്ഷയെ തൊട്ട് അള്ളാഹുവിനോട് കാവല് ചോദിക്കാതെ കടന്നുപോയിട്ടില്ല. എല്ലാ നമസ്കാരത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവല് ചോദിച്ച വിഷയമാണ് ഖബർ. പ്രിയപ്പെട്ടവർ, ആടി ഉലയുന്ന മയ്യത്തു കട്ടിലിൽ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട്. 3 കഷ്ണം തുണികളിൽ നമ്മുടെ വീട്ടിന് മുന്നിൽ ആളുകൾ നമ്മളെ കാണാൻ തിക്കും തിരക്കും കൂട്ടുന്ന ഒരു ദിവസം. അതിനുശേഷം പ്രിയമുള്ളവരെ, എത്ര നമ്മൾ ആലോചിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല, ഖബറിലേക്ക് നമ്മെ ഓരോരുത്തരെയും ഇറക്കി വെക്കും. മുകളിൽ കല്ലുകൾ പാകി ചളികൾ കൊണ്ട് തേച്ച് അവസാനത്തെ സലാമും പറഞ്ഞു ഓരോരുത്തരും തിരിച്ചു പോകും. ആരും ഇവിടെ നിൽക്കൂല, കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും മൊബൈലില് വാട്സപ്പിൽ മെസ്സേജ് വന്നു, ജോലിയുടെ തിരക്ക്, ആളുകൾ ഇങ്ങനെ ഓരോരുത്തരായി പോയിക്കൊണ്ടിരിക്കും. 1 മണിക്കൂറിൽ കൂടുതലൊന്നും ഒരാളും ഖബറിനരികിൽ നിൽക്കൂല.
ഇങ്ങനെ തസ്ബീഹ് ചൊല്ലുമ്പോൾ ഇങ്ങനെ കണ്ണോട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടാവും, ആരാണ് നിർത്തുന്നത്. ഒരാൾ നിർത്തിയാൽ നവനാണ്ട് പോകായിരുന്നു. ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവസാനം മക്കൾ ബാക്കിയാകും. ആ മക്കളെയും പ്രിയപ്പെട്ടവർ ചുമലിൽ തട്ടി നനി ഉപ്പാനോട് സലാം പറഞ്ഞ് കാക്കാനോട് സലാം പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞ് അവർ അകലുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ചെരുപ്പടിയുടെ ശബ്ദം ഖബറിൽ കേൾക്കും. അവസാനത്തെ മനുഷ്യനും ഖബറിനരികിൽ നിന്ന് നമ്മ വിട്ടു പോകുന്നു. ഇടുങ്ങിയ ഖബറിൽ ഈ ശ്മശാനമൂകതയുടെ ആദ്യ രാത്രിയിൽ ഞാൻ ഒറ്റക്കാണ്, ഒരാളുമില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം പ്രിയമുള്ളവരെ എത്ര ഭീകരമായിരിക്കും. പള്ളിക്കാട്ടിലൂടെ നമ്മൾ നടന്നിട്ടില്ലേ? അവിടെ പണക്കാരന്റെ ഖബറുകളുണ്ട്, പാവങ്ങളുടെ ഖബറുകളുണ്ട്, മീസാൻ കല്ലുകൾ ഒട്ടുരുമ്മി നിൽക്കുന്ന തൊട്ടു നിൽക്കുന്ന കൊച്ചു കുരുന്നുകളുടെ ഖബറുകളുണ്ട്. ആ ഖബറുകളിലൊക്കെ ഒരുപാട് മനുഷ്യർക്ക് അവരുടെ നഷ്ടപ്പെട്ട സമയങ്ങളെക്കുറിച്ച് പലതും പറയാനുണ്ട്. ആ ഖബറുകൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ നഷ്ടപ്പെടുത്തിയ സമയങ്ങളെക്കുറിച്ച് അവർ പറയുമായിരുന്നു. അതുകൊണ്ട് ഖബർ ഒരു വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല ഒരു ഖബറിനരികിൽ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം കരയാൻ തുടങ്ങും. ഖബർ കണ്ടാൽ കരയും. അദ്ദേഹത്തിന്റെ താടി നനയുന്നതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഖുതുബ ഖബറിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി ഖുതുബ നിർവഹിച്ചപ്പോ ഹദീസിൽ കാണാം, സ്വഹാബികൾ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. കഴിഞ്ഞിട്ട് ആരും തിരിച്ചു പോണില്ല, അവിടെ ഇരിക്കാണ്. ഖബറിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് സ്വഹാബത്ത് ആ പള്ളിയിൽ റസൂലുള്ളാഹിയുടെ മുന്നിൽ ഇരിക്കുന്നു.